ഹലോ! ഈ 2026 മാർച്ചിൽ CSEBിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? സോ ഈ നോട്ടിഫിക്കേഷനിൽ എത്രത്തോളം വേക്കൻസീസ് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനാദ്യം തന്നെ നമ്മളെന്താണ് ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. സോ നിങ്ങൾ ആദ്യം തന്നെ CSEBിയുടെ ലോഗിനിൽ കയറിയിട്ട് എന്താണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. സോ നമുക്ക് ഈ പോസ്റ്റിലേക്ക് നോക്കാം. സോ നമുക്ക് ഈ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് കാറ്റഗറി നമ്പർ 8/2026 സെക്രട്ടറി. ഇവിടെ ക്വാളിഫിക്കേഷൻ 7ഉം 5ഉം ഒക്കെ വർഷങ്ങൾ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ആൻഡ് ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് 3 ഒഴിവുകളാണ് ഈ സെക്രട്ടറിയിൽ വരുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ 9/2026 അസിസ്റ്റന്റ് സെക്രട്ടറി ഓർ ചീഫ് അക്കൗണ്ടന്റ്. ഇവിടെ 6 ഒഴിവുകളാണ് നമുക്ക് വരുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ 10/2026 ആണ്. ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്കുള്ള പോസ്റ്റുകളാണ്. ഇത് 21 വേക്കൻസീസ് ആണ് ഈ ബാങ്കുകളിൽ ഉള്ളത്. അടുത്തത് കാറ്റഗറി നമ്പർ 11/2026 ആണ്. ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കാണ്. ഇവിടെ ടോട്ടലി 39 വേക്കൻസീസ് വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ കാറ്റഗറി നമ്പർ 12/2026 ആണ്. ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 ടു ക്ലാസ് 7 ബാങ്ക് ആണ്. ഇവിടെ ടോട്ടലി 21 വേക്കൻസിയാണ് വരുന്നത്. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാർച്ചിലെ നോട്ടിഫിക്കേഷനിൽ ടോട്ടലി 90 വേക്കൻസീസ് ആണ് വരുന്നത്. ഇനി ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ഈ 18 വയസ്സ് എന്ന് പറയുമ്പോൾ 2026 ജനുവരി 1 എന്താണ് 18 വയസ്സ് തികയണം. അതുപോലെ തന്നെ ജനുവരി 1 2026 40 വയസ്സ് തികയാനും പാടില്ല. ഇങ്ങനെയാണ് ആ ഒരു ഏജിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് വരുന്നത്. ആൻഡ് ഇതിൽ SC/ST ആൻഡ് വിഡോ ഇവർക്ക് 5 വയസ്സിൻ്റെ ഇളവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് പീപ്പിളിന് 10 വയസ്സിൻ്റെ ഇളവും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ എക്സ് മിലിറ്ററിക്ക് 3 വയസ്സിൻ്റെ ഇളവുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ എക്സാമിൻ്റെ മാർക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് വരുന്നത്. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് ഇൻ്റർവ്യൂവിനാണെങ്കിൽ 20 മാർക്കിനാണ് ഇൻ്റർവ്യൂ നടത്തുക. അതിൽ അറ്റൻഡ് ചെയ്താൽ നമുക്ക് 4 മാർക്ക് എന്തായാലും തരും. ആൻഡ് ബാക്കിയുള്ളത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ മാർക്ക്. 20 മാർക്കിനാണ് ടോട്ടൽ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ്. ഇനി ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ബാങ്കിന് 150 രൂപയും പിന്നെ തുടർന്നുള്ള ബാങ്കിന് 50 രൂപ വെച്ചിട്ടാണ് അടയ്ക്കേണ്ടത്. ഇതിൻ്റെ കൂടെ 18% GSTയും കൂടി വരും. അപ്പം നമുക്ക് ഒരു ബാങ്കിൽ കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഒരു ബാങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 150 രൂപയും അതുപോലെ തന്നെ 2 ബാങ്കിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 150 + 50 200 രൂപയും പ്ലസ് GST ആണ് വരുന്നത്. ഇനി ഫീസിൻ്റെ കേസിൽ ഇളവ് നോക്കുകയാണെങ്കിൽ SC/STക്കാർക്ക് ഫസ്റ്റ് ബാങ്കിന് 50 രൂപ കൊടുത്താൽ മതി. 150 അല്ല അവർക്ക് കൊടുക്കേണ്ടത് 50 രൂപ കൊടുത്താൽ മതി ഫസ്റ്റ് ബാങ്കിന്. പിന്നെ ഓരോ ബാങ്കിനും 50 രൂപ വീതം വെച്ച് കൊടുക്കാം. ഓൺലൈനായിട്ടാണ് ഈ അപേക്ഷയൊക്കെ സമർപ്പിക്കേണ്ടത്. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 4, 2026 ആണ്. 4/4/2026 ആണ്. സോ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കേണ്ട. എല്ലാവരും ഇപ്പോഴേ ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങിക്കോളൂ. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചാൽ പ്രശ്നം വെച്ചാൽ സൈറ്റ് കിട്ടാത്ത ഓരോ പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ പേയ്മെൻറ്റ് പ്രോസസ്സ് ആവാത്ത പ്രശ്നങ്ങളൊക്കെ വരും. സോ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കേണ്ട. എല്ലാവരും ഇപ്പോഴേ അയച്ചു തുടങ്ങിക്കോളൂ.